കാലത്തിനുള്ളിൽ ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ്. ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ്. കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു തെരച്ചിലിന്. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊരു വിവാദം വലിയ തോതിൽ കത്തി നിൽക്കുമ്പോഴാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. 60 കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടം ജീർണാവസ്ഥയിലാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് 2013 ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മന്റെ അഭിവന്ദ്യ പിതാവ് കേരളം ഭരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ കിട്ടിയത്, പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും. 3 കൊല്ലം പിന്നീട് അധികാരത്തിൽ ഇരുന്നിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അടങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചാണ്ടിയുമ്മന്റെ അഭിവന്ദ്യ പിതാവ് 2013 ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നമുണ്ടായതിനു ശേഷം 3 വർഷം കേരളം ഭരിച്ചു, യാഥാർത്ഥ്യമാണ്. പക്ഷേ 2023 ജൂലൈ 18 അദ്ദേഹം മരിച്ചുപോയി. ഇനി അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലുണ്ട്. 3 വർഷം വെറുതെ ഇരുന്നതിനെ കുറ്റം പറയുമ്പോൾ 9 വർഷമായി അധികാരത്തിലെടുത്ത ഒരു സർക്കാർ, അതിന്റെ പിന്നാലെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു പോയതിന് പിന്നാലെ ഇനി ഉമ്മൻചാണ്ടി കുറ്റം പറയുന്നത് പര്യാപ്തമാണോ? ഒരു മെഡിക്കൽ കോളേജിനകത്ത് 9 കൊല്ലത്തിനിടയിൽ 1-2 പിണറായി സർക്കാരുകൾ 900 കോടി രൂപയുടെ 800 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നു. ഇതിന്റെ പ്രശ്നം അവിടെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടം 10-12 വർഷമായിട്ട് നിലനിൽക്കുന്നു. അതിൽ ശരി 3 വർഷം കഴിഞ്ഞ സർക്കാരിന്റേതാണ്, അതിനുശേഷമുള്ളത് മുഴുവൻ LDF സർക്കാരിന്റേതാണ്. അത് അപകടകരമായ അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ 9 വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിനാണ്. ഇതൊക്കെ എന്തിനാ താൻ അന്വേഷിക്കണേ? ഒരു സാമാന്യ മര്യാദയ്ക്ക്. നമ്മുടെ കേരളത്തിലൊരു ഗവർണർ 2004 സർക്കാർ ആശുപത്രി പോയിട്ട് അണുബാധ വന്ന് ആശുപത്രിയിൽ നിന്ന് ഇൻഫെക്ഷൻ എടുത്ത് മരിച്ചത് കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ മറ്റു പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ബിന്ദു അതിക്രമിച്ചു കയറിയതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു വാദം അങ്ങേക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നീക്കാൻ വൈകുന്നുണ്ട് എങ്കിൽ, ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലാതിരിക്കാനുള്ള സംവിധാനമെങ്കിലും ഉണ്ടാക്കി വെക്കുക എന്ന് പറയുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാകും. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ? നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും. ഈ മുതലിനെ പറഞ്ഞു കിട്ടി. സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കിട്ടിയതാ. നിങ്ങൾ നാരായണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. രാവിലെ വിട്ട് കല്ലുരുട്ടി കയറ്റി മുകളിലേക്ക്, കല്ല് മുകളിൽ ചെല്ലുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് തള്ളിയിട്ട് താഴേക്ക് ഇട്ട് ചിരി.